കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഉണ്ടായ ഒരു വാഹനാപകടം അതിദാരുണമായിരുന്നു. ഒരു വിവാഹത്തിന് വേണ്ടി കർണാടകയിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന 5 ചെറുപ്പക്കാർ വളരെ ദാരുണമായി വാഹനാപകടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു. ഈ വാഹനാപകടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ റോഡുകൾ ഒരു നിശബ്ദ കൊലയാളിയായി മാറുന്നത് എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളുടെ വലിയ ഹെഡ്ലൈറ്റുകളാണ്. ഇന്ന് ഈ അപകടത്തിലും സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലാവുന്നത്, എതിരെ വന്ന റോങ് സൈഡിൽ വന്ന ഒരു കാറ് അതിൻ്റെ ബ്രൈറ്റ് ലൈറ്റ് ഇട്ടുകൊണ്ട് വരികയും ഈ വാഹനം ഓടിച്ചിരുന്ന ആളുകൾക്ക് ആ ലൈറ്റിലൊന്നും കാണാൻ സാധിച്ചില്ല. ഈ വാഹനത്തിൻ്റെ ഡ്രൈവർക്കൊന്നും കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഇടതുവശത്തേക്ക് വാഹനം ഒഴിച്ചു മാറ്റുന്നതിനിടയിൽ മരത്തിലിടിച്ചാണ് ഈ ദാരുണമായ അപകടം നടന്നിരിക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് റോഡുകളിൽ പലപ്പോഴും വലിയ വില്ലനായി മാറുന്നതും എന്നാൽ അത് പലപ്പോഴും ആരും അറിയാതെ പോകുന്നതും ഈ എതിരെ വരുന്ന വാഹനങ്ങളുടെ ഈ കഠിനമായ ഹെഡ്ലൈറ്റുകളാണ്. അപ്പോൾ അതിന് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മളിപ്പോൾ പരമ്പരാഗത രീതിയിലുള്ള ഹെഡ്ലൈറ്റുകളൊക്കെ മാറിയിരിക്കുന്നു. നേരത്തെ ഹാലജൻ ബൾബുകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഹാലജൻ ബൾബുകൾക്ക് ഒരു തരത്തിലൊരു ഇളം മഞ്ഞ നിറത്തിലുള്ള പ്രകാശമാണ്. അത് പ്രകാശത്തിൻ്റെ ശക്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 1000 മുതൽ 1500 ലൂംസ് വരെയുള്ള പ്രകാശമാണ് അതിനുണ്ടായിരുന്നത്. അപ്പോൾ അത് ഡിം ലൈറ്റിൽ പോയില്ലെങ്കിലും ബ്രൈറ്റ് ലൈറ്റിലാണെങ്കിലും അത്രയൊക്കെ തന്നെ പ്രകാശം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. പക്ഷേ നേരെ മറിച്ച് ഇന്നിപ്പോൾ എല്ലാ പുതിയ വാഹനങ്ങളിലും ഉപയോഗിക്കുന്നത്, അപ്പറൻറ്റിലുള്ള എല്ലാ വാഹനങ്ങളിലും കമ്പനിയിൽ നിന്ന് ഫിറ്റ് ചെയ്ത് വരുന്നത് ആ LED ബൾബുകളാണ്. LED ബൾബുകളെ സംബന്ധിച്ചിടത്തോളം 3000 മുതൽ 12000 ലൂംസ് വരെയാണ് അതിലെ പ്രകാശം. അപ്പോൾ എത്രത്തോളം പരമ്പരാഗതമായിട്ടുള്ള ഹാലജൻ ബൾബുകളേക്കാൾ എത്രത്തോളം കൂടുതൽ പ്രകാശം അതിൽ നിന്ന് വരുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ ബൾബുകൾ വെള്ളയും നീലയും കലർന്ന ഒരു ലൈറ്റാണ് അതിൽ നിന്ന് വരുന്നത്. ആ വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എതിരാളിയെ തികച്ചും അന്ധനാക്കുന്ന രീതിയിൽ ആണ് ഈ വെളിച്ചം പ്രവഹിക്കുന്നത്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഒന്നും റോഡിൽ കാണാൻ സാധിക്കും. ഈ അപകടം ഒഴിവാക്കാനാണ് ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിക്കാതെ ഡിം ലൈറ്റിൽ രാത്രിയിൽ സഞ്ചരിക്കണമെന്ന് പറയുന്നത്. പക്ഷേ മിക്കവാറും നമ്മൾ ഏത് റോഡുകളിൽ നോക്കുകയാണെങ്കിലും, പ്രത്യേകിച്ച് ഹൈവേകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ട്, അതും വളരെ ശക്തിയുള്ള LED ബൾബുകൾ ബ്രൈറ്റ് ലൈറ്റായി ഇട്ടുകൊണ്ടാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. ഇത് എതിരെ വരുന്ന വാഹനത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അപകടം ചെയ്യുന്നുണ്ട്. ആ അപകടം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ണൂരിൽ കണ്ടത്. ഈ അപകടം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കുന്നതായിരുന്നു. ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്, എതിരെ വന്ന വാഹനം ഒരു കയറ്റം കയറി വരികയും ആ കയറ്റത്തിലെ വളവിൽ മറ്റൊരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് എതിരെ വരുന്ന വാഹനത്തിന് നേരെ ഈ ബ്രൈറ്റ് ലൈറ്റ് ഇട്ടുകൊണ്ട് വരികയാണ് ചെയ്തത്. അപ്പോഴാണ് ഈ ദൂരെ നിന്ന് വന്നിട്ടുള്ള ഈ കുട്ടികൾക്ക് ദിശ തെറ്റുകയും അത് വലിയൊരു അപകടത്തിൽ കലാശിച്ച് 5 ചെറുപ്പക്കാരുടെ മരണത്തിലെത്തിച്ചേരുകയും ചെയ്തത്. ഇതിൽ വലിയ കാര്യങ്ങൾ ഇനിയും ചെയ്യുവാനുണ്ട്. കാരണം തീർച്ചയായിട്ടും ഇതുപോലെ ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് പോകുന്ന വാഹനങ്ങളുടെ പേരിൽ കേസെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല, അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ അത് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഈ രാത്രിയിൽ, പ്രത്യേകിച്ച് രാത്രി ഒരു സമയം കഴിഞ്ഞ് വരുമ്പോഴേക്ക് എല്ലാ വാഹനങ്ങളും ഈ ബ്രൈറ്റ് ലൈറ്റ് ഇട്ടുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അപകടങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. ഇത്തരം ഒരു ചെറിയ കാര്യം കൊണ്ടാണ് ഈ 5 വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടത്. ഒരു ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാത്തതിൻ്റെ ഫലമാണ് ഈ അപകടം. ഇത്തരത്തിലുള്ള ധാരാളം അപകടങ്ങൾ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് പലതും നമ്മൾ അറിയുന്നില്ല. കാരണം അപകടങ്ങൾ സംഭവിക്കുന്നു, ഡിവൈഡറുകളിൽ വാഹനങ്ങൾ ഇടിക്കുന്നു, അതുപോലെ സൈഡ് വാക്കിലേക്ക് വാഹനങ്ങൾ മറിയുന്നു. ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എതിരെ വരുന്ന വാഹനം ബ്രൈറ്റ് ലൈറ്റിലായിരുന്നോ അല്ലയോ എന്നുള്ളത് പിന്നീട് ഈ അപകടം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അന്വേഷിക്കുന്നുമില്ല. അന്വേഷിച്ചാൽ തന്നെ കണ്ടെത്താൻ മാർഗങ്ങളില്ല. ഈ നിലവിലും ഈ വാഹനം ഏതാണെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിനായിട്ടില്ല. പക്ഷേ വിലപ്പെട്ട 5 ജീവനുകൾ പൊലിഞ്ഞത് ഈ എതിരെ വന്ന വാഹനത്തിലെ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അക്ഷന്തവ്യമായ അലംഭാവം മൂലമാണ്. ഈ അലംഭാവം മൂലം ധാരാളം അപകടങ്ങൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന
ഹെഡ്ലൈറ്റുകൾ മുൻപ് ഉപയോഗിച്ചിരുന്ന ഹാലജൻ ഹെഡ്ലൈറ്റുകളേക്കാൾ അനേകം മടങ്ങ്, അതായത് അതിന് 1000 മുതൽ 1500 ലൂംസ് വരെയായിരുന്നു പ്രകാശമെങ്കിൽ ഇന്ന് 3000 മുതൽ 12000 ലൂംസ് വരെ പ്രകാശമുള്ള ഹെഡ്ലൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ഹെഡ്ലൈറ്റുകൾ ഡിം ചെയ്യാതെ ഉപയോഗിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ നിരത്തുകളിലെ ഒരു പ്രധാന രാത്രികാലങ്ങളിലെ അപകടങ്ങളിൽ വലിയൊരു പ്രധാന വില്ലനായി മാറുന്നത്. അതിനാൽ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഈ കാര്യത്തിൽ സ്വയം നിയന്ത്രണം പാലിക്കേണ്ടത് ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരാണ്. അവരുടെ തന്നെയും മരണത്തിന് കാരണമായേക്കാവുന്ന ഒരു കാര്യമാണ് ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് ഓടിക്കുക എന്നുള്ളത്. എതിരെ വരുന്ന വാഹനങ്ങൾ, ഒരുപക്ഷെ എതിരെ വരുന്ന വാഹനത്തിൻ്റെ മുന്നിൽ ഈ ഡ്രൈവറും ഇതേ അവസ്ഥയിൽ ചെന്നുപെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇത് കുറെ കൂടി സാമൂഹ്യ ബോധം ആവശ്യപ്പെടുന്ന ഒരു നടപടിയാണ്. ദയവായി ഇത്തരം സംഭവങ്ങളിലൂടെ ഈ ജനങ്ങളുടെ കണ്ണ് തുറക്കേണ്ടതുണ്ട്. കുറെ കൂടി മാന്യമായും മര്യാദയോടുകൂടിയും വാഹനങ്ങൾ ഓടിക്കാൻ ശീലിക്കേണ്ടതുണ്ട്.